ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കൊലോസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം അല്പം വിശദമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഒറ്റ വാക്കിൽ പരാമർശിച്ച് കടന്നു പോകാം. പൗലോസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെയാണ്, ഇന്ന വിഷയങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു പോകാം. എന്നാലും ഓരോ വിഷയത്തെക്കുറിച്ചും അല്പം വിശദീകരണം നൽകി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വിശദമായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. മാത്രമല്ല, കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിച്ചു പോകുന്ന ഒരു ശൈലി ആണ് ഞാൻ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. മറ്റു വാക്യങ്ങൾ എടുത്ത് മറ്റ് സ്ഥലങ്ങളിലെ പരാമർശങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ആ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ് പലപ്പോഴും ഞാൻ എൻ്റെ ദൈവവചന ശുശ്രൂഷയിൽ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നാം എത്രത്തോളം ശ്രദ്ധയോടെ പഠിക്കണം, അല്ലെങ്കിൽ ഓരോ വിഷയത്തെക്കുറിച്ച് എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ വശങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്നുള്ളതാണ്. വളരുക എന്നതിന് വർദ്ധിച്ചു വരിക എന്ന ആശയമാണ് ഉള്ളത്. ഇൻക്രീസിങ് ഇൻ ദ നോളജ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിനെക്കുറിച്ച് പൗലോസ് മുമ്പ് പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അഥവാ പരിജ്ഞാനം. ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അറിയുക എന്നത് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവപ്രസാദകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ച് നാം എത്രത്തോളം അറിയുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജീവിതത്തിൽ വിശുദ്ധിയും ഭക്തിയും ദൈവഭയവും ഒക്കെ ഉണ്ടാകുന്നതും വർദ്ധിക്കുന്നതും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ നിന്നാണ്. അതായത്, എത്രത്തോളം നാം ദൈവത്തെ അറിയുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും ഭക്തിയും ഒക്കെ ഉണ്ടായിരിക്കും. ദൈവവചനത്തിലും ക്രിസ്തീയ ചരിത്രത്തിലുമൊക്കെ നാം പരിചയപ്പെട്ടിട്ടുള്ള ദൈവമനുഷ്യരും ദൈവഭക്തന്മാരും അങ്ങനെയായി തീർന്നത് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പരിജ്ഞാനത്തിൽ നിന്നാണ്. ദൈവവചനം പഠിക്കുന്നത് വഴി ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ഉന്നതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുകയും അതുവഴി നമ്മുടെ ജീവിതങ്ങളിൽ വിശുദ്ധിയും ഭക്തിയും വർദ്ധിക്കുകയും ചെയ്യണം. ഇന്ന് ഇത് സംഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ദൈവജനത്തിനിടയിൽ വിശുദ്ധിയും ഭക്തിയും ദൈവഭയവും ഒന്നുമില്ലാത്തത്. ഭക്തന്മാർ എന്ന് പറയാവുന്ന ആളുകൾ തന്നെ കുറവാണല്ലോ. ഇവിടെ പരിജ്ഞാനം എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്ക് എപ്പിഗ്നോസിസ് എന്നതാണ്. ഒരു പ്രത്യേക വിഷയത്തെ ലക്ഷ്യമാക്കിയുള്ള അറിവ് എന്നാണ് ആശയം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് താത്വികവും അനുഭവപരവുമായ വശങ്ങളുണ്ട്. ജെ പാക്കർ എന്ന ദേവദാസൻ എഴുതിയ നോയിങ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഈ രണ്ട് വശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തെ നാം അറിയണം എന്നത് ദൈവത്തിൻ്റെ തന്നെ ആഗ്രഹമാണ്. ഇസ്രായേലിനോട് ദൈവം മോശെ മുഖാന്തരം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 7:7-9 വരെയുള്ള വാക്യങ്ങളിൽ ഈ വസ്തുത നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് ദൈവം പറയുന്നത്, ഞാൻ തന്നെ സത്യദൈവം എന്ന് നിങ്ങൾ അറിയണമെന്നാണ്. ഹോശേയ 6:3 നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക എന്ന് പ്രവാചകൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ദാനിയേലും പറഞ്ഞു 11:32. ദൈവത്തെക്കുറിച്ച് അറിയുക എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്.
1 കൊരിന്ത്യർ 15:34 പാപം ചെയ്യാതിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അറിവില്ലാത്തവരാണ് എല്ലാവിധ തിന്മപ്രവൃത്തികളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്ത മനുഷ്യർ ചെയ്യുന്ന പാപപ്രവൃത്തികൾ എന്തൊക്കെയെന്നറിയാൻ റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. മനുഷ്യൻ ദുഷ്ടത ചെയ്യുന്നതും ദൈവത്തെക്കുറിച്ച് അവന് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണെന്ന് 10-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. അവനുള്ള അറിവാകട്ടെ വളരെ വികലമായ അറിവുമാണ്. താത്വികമായ അറിവ് മാത്രമല്ല, അനുഭവപരമായ അറിവും ഉണ്ട്. സങ്കീർത്തനം 34:8 യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്ന് പറയുമ്പോൾ അനുഭവപരമായ അറിവിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ അറിവ് ശ്രേഷ്ഠമായ ഒരറിവാണ്. താത്വികമായ അറിവിൽ നിന്നാണ് ഇത് വരുന്നത്. അഥവാ താത്വികമായ അറിവിൻ്റെ ഉന്നതമായ പടിയാണ്, പ്രായോഗിക വശമാണ് അനുഭവപരമായ അറിവ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. എന്നാൽ ദൈവത്തെ നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് ഏറെ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കണമെന്നാണ് പ്രാർത്ഥന. ഈ വർദ്ധിക്കുക എന്നതിനുള്ള യവനപദം ഓക്സാനോ ആണ്. ഇവിടെ ഈ പദം വർത്തമാനകാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. തുടർമാനമായ വർധനവിനെക്കുറിച്ചാണ് പറയുന്നത്. തുടർമാനമായ ആത്മീയ വളർച്ചയെ ഇത് കാണിക്കുന്നു. ദൈവത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിഞ്ഞുകൊണ്ടേയിരിക്കണം, അതുവഴി വളർന്നുകൊണ്ടേയിരിക്കണം എന്ന ആശയമാണ് അതിനുള്ളത്. ഓക്സാനോ എന്ന വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കിയത് സസ്യങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഇതെന്നാണ്. ഒരു സസ്യം വളർന്ന് ഫലം കായ്ക്കുന്നത് വരെയുള്ള ആ പ്രക്രിയയെ കുറിച്ചാണ് ഇത് പറയുന്നത്. കൊലോസ്യർ 1:6 പൗലോസ് ഇതേ വാക്ക് ഉപയോഗിച്ചതാണ്. തലയായ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യബന്ധത്തിൽ നിന്നാണ് ഈ വളർച്ച സാധ്യമാകുന്നതെന്ന് കൊലോസ്യർ 2:19 പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസും വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നാണ്. 2 പത്രോസ് 3:18 നമ്മളത് കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവിനെന്നാണ്. ക്രേത്തയിലെ ആളുകളെക്കുറിച്ച് പൗലോസ് പറയുന്നത് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു എന്നാണ്. അതായത് അറിവും പ്രവൃത്തിയും യോജിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ്, പരിജ്ഞാനം, എപ്പിഗ്നോസിസ്, പൂർണ്ണവും കൃത്യവുമായ അറിവ് അനുസരണത്തിലേക്കും ജീവിതത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങളിലേക്കും നയിക്കുന്നതാകണം. അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് പ്രായോഗിക തലങ്ങളുണ്ട്. ഉദാഹരണമായി യോഹന്നാൻ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവരുടെ ഒരു തെളിവ് അവർ മറ്റുള്ളവരെ സ്നേഹിക്കുമെന്നതാണ്. യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ അറിയാം എന്ന് നാം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 2:3 നാം വായിക്കുന്ന ഇപ്രകാരമാണ്: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. മറിച്ച് നാം ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവം പറഞ്ഞതൊന്നും അനുസരിക്കാതിരിക്കുകയും ചെയ്താലോ? അതേക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട്. 2:4 അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അറിവ് മെച്ചമായ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ അറിവ് പൗലോസ് പറഞ്ഞതുപോലെ ചീർപ്പിക്കുന്ന അറിവ് മാത്രമേ ആയിരിക്കുകയുള്ളൂ. പ്രിയരെ, നാം ദൈവത്തെ അറിയുന്നുണ്ടോ? ആ അറിവിൽ നാം വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.